വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഡേ 40 ഇന്നലെ അവസാനിച്ചു. ഇനിയുള്ളത് വീക്കെൻഡ് ലാലേട്ടൻ്റെ എപ്പിസോഡാണ്. കഴിഞ്ഞ സാറ്റർഡേ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും, ലാലേട്ടൻ വാസ് ഫുൾ ഓൺ പവർ. അങ്ങനത്തെ ഒരു ലാലേട്ടനെ ബിഗ് ബോസിൽ ഞാൻ കണ്ടിട്ടില്ല. സൽമാൻ ഖാൻ, ഹിന്ദിയിൽ സൽമാൻ ഖാൻ ബിഗ് ബോസിൽ ചെയ്യുന്ന ആ ഒരു സംഭവമായിരുന്നു കഴിഞ്ഞ സാറ്റർഡേ ലാലേട്ടൻ ചെയ്തത്. ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. ഇത്തവണ ഒന്നോ രണ്ടോ മൂന്നോ ടോപ്പിക്കുകൾ ഉണ്ട് ലാലേട്ടന് പിടിച്ചെടുക്കാനുള്ളത്. ബട്ട് ഐ ഡോണ്ട് നോ ആ ടോപ്പിക്കുകളൊക്കെ വരുമെന്ന് കണ്ടു തന്നെ അറിയണം. അതിൽ മെയിനായിട്ട് ഞാൻ കാത്തിരിക്കുന്നത്, ഞാൻ വെയിറ്റ് ചെയ്യുന്നത് ഒനിയൽ വേദലക്ഷ്മി മസ്താനിയുടെ ആ ഒരു ഇഷ്യൂ. അത് ലാലേട്ടൻ എങ്ങനെ അതിനെ ഇതിലോട്ട് കൊണ്ടുവരും, അതിനെ കുറിച്ചിട്ട് എന്ത് സംസാരിക്കും, അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ നോക്കിക്കാണുന്നത് ഈ ഒരു സാറ്റർഡേ സൺഡേ ലാലേട്ടൻ്റെ വീക്കെൻഡ് എപ്പിസോഡിൽ. പിന്നെ ഉള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ എവിക്ഷൻ ആണ്. ആര് വേണമെങ്കിലും ഔട്ടാവും. 85% ഓഫ് കോണ്ടസ്റ്റൻസ് ഹൗസ് മേറ്റ്സ് ഈ ഒരു നോമിനേഷനിൽ എവിക്ഷൻ ലിസ്റ്റിലുണ്ട്. ആര് ഔട്ടാവുമെന്ന് വി വിൽ സി. 9 മണിക്കാണ് എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്യുന്നത്. ആര് ഔട്ടാവും കണ്ടു തന്നെ അറിയണം അല്ലേ. അതിൻ്റെ ഒരു ഇതും പിന്നെ വേറെ ഒരുപാട് പിന്നെ ഫാക്ടറി ന്യൂദില ഫാക്ടറിയുടെ ചർച്ചകൾ ഉണ്ടാവും. ബെസ്റ്റ് പെർഫോമർ ലാലേട്ടൻ പറയും. പിന്നെ പുതിയ ക്യാപ്റ്റൻസി അല്ല പഴയ ക്യാപ്റ്റൻസിനെ കുറിച്ചിട്ടുള്ള ഹൗസ് മേറ്റ്സിന്റെ റിവ്യൂവും കാര്യങ്ങളും. സോ ഒരുപാട് വലിയ കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്യാറില്ല. ബട്ട് 2 ദിവസത്തിനോട്ടുള്ള കാര്യങ്ങൾ ലാലേട്ടനുണ്ട്. പിന്നെ കഴിഞ്ഞ 2 ദിവസമായിട്ട് എന്നെ അലട്ടുന്നൊരു, ഞാൻ ബിഗ് ബോസിന്റെ വലിയൊരു ഫാനാണ്. എൻ്റെ ഹിന്ദി ബിഗ് ബോസ് മറ്റേ സിദ്ധാർത്ഥ് ശുക്ല, അതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ്. 2 ബിഗ് ബോസ് ഞാൻ കാണുള്ളൂ, ഒന്ന് ഹിന്ദി, ഒന്നുള്ളത് മലയാളം. ഇതിൽ 2 കമ്പയർ ചെയ്യുമ്പോൾ എൻ്റെ ഇതുവരെ ഏറ്റവും ഫേവറേറ്റ്, എൻ്റെ ഏറ്റവും ബെസ്റ്റ് അത് സിദ്ധാർത്ഥ് ശുക്ല, എന്താണ് ആസിം റിയാസ്, രശ്മി ദേശായി എന്നിവരെ, പിന്നെ പാരിസ് ചബ്ര. ആ ഒരു സംഭവം വൺ ഓഫ് മൈ ഫേവറേറ്റ് ആയിരുന്നു. ആ ഒരു റേഞ്ചിലോട്ട് ഒരു ബിഗ് ബോസ് സീസണും മലയാളത്തിലായി കഴിഞ്ഞാൽ ഹിന്ദിയിലും ഇതുവരെ എത്തിയിട്ടില്ല. സോ ബിഗ് ബോസ് ഓഡിയൻസ് എന്ന രീതിയിൽ എനിക്ക് ബിഗ് ബോസ് മാനേജ്മെന്റിനോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടനോടും കൂടിയിട്ടാണ്. ലാലേട്ടൻ കീ ഡിസിഷൻസ് എടുക്കില്ല, കാരണം ഇതിന്റെ ബാക്കിൽ ഒരു വലിയ മാനേജ്മെന്റ് ഉണ്ട്. അവരാണ് കോണ്ടസ്റ്റൻസിനെ സെലക്ട് ചെയ്യണതും കാര്യങ്ങൾ ആപ്ലിക്കേഷൻ നോക്കുന്നതും വീട്ടിലോട്ട് കയറ്റി വിടുന്നതും. എനിക്ക് കൈൻഡ് റിക്വസ്റ്റ് എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആണ് പെണ്ണ് വേർതിരിവ് എന്ന് കാണിക്കാത്ത ആൾക്കാരെ വീട്ടിലോട്ട് കയറ്റി വിടണം. എല്ലാ ജെൻഡേഴ്സിനും ഈക്വൽ കാണുന്ന, അതായത് ഒരു ഫേവറിസം ഉണ്ടാവും, ബട്ട് അവരൊക്കെ ഒരു ഹ്യൂമൻ ബീങ്സ് ആണ് കാണുന്ന ആൾക്കാരെ വേണം ഈ ഒരു പരിപാടിയിലോട്ട് കയറ്റി വിടാൻ. ഭയങ്കര പ്രോഗ്രസീവ് ചിന്താഗതിയിലോട്ട് മൂവ് ചെയ്യുന്ന നമ്മൾ മലയാളീസിന്റെ ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് എക്സാമ്പിൾ റിയാലിറ്റി ഷോ ആണ്. പ്രോഗ്രസീവിലോട്ട് പോകുന്നതെന്ന് കാണിക്കുന്ന ഒരു ഷോ ആണ് ബിഗ് ബോസ് സീസൺ 7. അതിൻ്റെ ഒരു മെയിൻ ഉദാഹരണമാണ് ദ ഫസ്റ്റ് ടൈം വി ഹാവ് ലെസ്ബിയൻ കപ്പിൾസ് എൻട്രി, നൂറ ആദില. അങ്ങനത്തെ ഒരു സീസണിൽ വൈ വി ഹാവ് UK ലക്ഷ്മി, ഇത്രക്കും വെറുപ്പിക്കുന്ന ഒരു എന്താ പറയുക, ഇത്രക്കും ആൺവിരോധി ആയിട്ടുള്ള ഒരു കോണ്ടസ്റ്റിനെ ഈ കഴിഞ്ഞൊരു 6-7 സീസണിൽ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഇപ്പോഴും പറയുന്നു, ദിസ് കോണ്ടസ്റ്റന്റ് ഈസ് ദ വേസ്റ്റ് കോണ്ടസ്റ്റന്റ് എവർ ഇൻ ബിഗ് ബോസ് മലയാളം. ഓൾ ദ സീസൺസ് എല്ലാ സീസൺ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും വേസ്റ്റ് കോണ്ടസ്റ്റന്റ് ആയിട്ടാണ് ഞാൻ ലക്ഷ്മിനെ പറയുന്നത്. എന്താ പറയുക, വി ഹാവ് സീൻ എന്താണ് ആണുങ്ങളെ കുറിച്ചിട്ട് പറയും, ലൈക്ക് അവൻ പെൺവിരോധിയാണ്. ബട്ട് ഇപ്പൊ മനസ്സിലായോ, there are females, ആൺവിരോധികളുണ്ട്. ബട്ട് ഫോർ നോ റീസൺ, എന്തിനും ചെറിയ കാര്യത്തിനും ഒരു റീസൺ ഇല്ലാത്ത കാര്യത്തിന് അതുവേണ്ടി റീസൺ ഇല്ലാണ്ട് പോലും ചുമ്മാ ആണുങ്ങളെ ഭയങ്കരമായിട്ട് മനസ്സിൽ വിരോധം ഉള്ളത് കൊണ്ട് എന്ത് ചെയ്താലും കുറ്റം. ലൈക്ക് ഒരു ചെറിയ മൈന്യൂട്ട് മിസ്റ്റേക്ക് പോലും വലിയ മിസ്റ്റേക്കായി കാണിക്കുന്നു. പിന്നെ മിസ്റ്റേക്ക് ഇല്ലാത്ത കാര്യം മിസ്റ്റേക്കായി കാണിക്കുന്നു. അതിലൊരു ഉദാഹരണമാണ് 2 ദിവസം മുന്നേ നടന്ന മറ്റേ ആ ഗെയിമിൽ, മറ്റേ ഒരു ആഡിന്റെ ടാസ്ക് ഉണ്ട്, അഡ്വർടൈസ്മെന്റ് ടാസ്കിൽ ഒനിയിൽ ഇങ്ങനെ വികാൻ പോയി. അതിന്റെ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. വികാൻ പോകുമ്പോൾ സ്ലിപ്പായതാണ്. മൂപ്പരാൾ ഇറങ്ങുമ്പോൾ ഫൂട്ട് ആ ഇതിന് സ്ലിപ്പായപ്പോൾ മൂപ്പരാളെ ബാലൻസ് പോയി, ഇംബാലൻസ്ഡ് ആയി. മൂപ്പരാൾ നേരെ പോയത് അവിടെ നിൽക്കുന്നത് ഒരാളാ. അത് ഇറസ്പെക്റ്റീവ് ഓഫ് എനി ജെൻഡർ, ഇപ്പൊ ആണായി കഴിഞ്ഞാലും പെണ്ണായി കഴിഞ്ഞാലും. പക്ഷെ ആ സമയത്ത് മൂപ്പരാൾ സ്ലിപ്പാകുമ്പോൾ ആ സമയത്ത് അവിടെ നിൽക്കുന്നത് ഒരു പെണ്ണായിരുന്നു, മസ്താനി. അപ്പം മൂപ്പരാൾ വികാൻ പോയി. അപ്പൊ മൂപ്പരാൾ ജസ്റ്റ്
മസ്താനി ഇങ്ങനെ ജസ്റ്റ് സപ്പോർട്ടിന് വേണ്ടിയിട്ട് ലൈക്ക് അബ്ഡോമിനൽ സൈഡിൽ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്തു. ഇറ്റ്സ് നെവർ എ ബാഡ് ടച്ച്, ഇറ്റ്സ് നെവർ എ ബാഡ് ടച്ച്. ബട്ട് എന്നിട്ട് ഇത് പറയും മസ്താനി പോയിട്ട് ലക്ഷ്മിയോട് പറഞ്ഞ്, ബട്ട് ലക്ഷ്മിയോട് മസ്താനി പറഞ്ഞിട്ടുണ്ടായിരുന്നത് പബ്ലിക് ആക്കരുത്, പ്രൈവറ്റ് ആയി ചോദിക്കണം എന്നൊക്കെ. ബട്ട് ഈ ഒരു സാധനം പിടിച്ചിട്ട് വലിയ കോണ്ടന്റ് ആക്കാൻ നോക്കിയ ലക്ഷ്മി, ഐ ഫീൽ പിറ്റി ഓൺ. ഇത്രക്കും വൃത്തികെട്ട ഒരു കോണ്ടസ്റ്റന്റ് ഞാൻ ബിഗ് ബോസ് ഹൗസിൽ കണ്ടിട്ടില്ല. ഇങ്ങനത്തെ ഒരാളെ അങ്ങനത്തെ ഈ ഒരു റിയാലിറ്റി ഷോയിൽ നിർത്തരുത് എന്നാണ് എൻ്റെ ഒരു കൈൻഡ് ഹംബിൾ റിക്വസ്റ്റ് ടു ഓൾ ദ ബിഗ് ബോസ് മാനേജ്മെന്റ് ടീംസ്. ഇമാതിരി വൃത്തികെട്ട സാധനങ്ങളെ, ഇമാതിരി വൃത്തികെട്ട കോണ്ടസ്റ്റൻസിനെ ഈ ഒരു ഹൗസിൽ നിർത്തി കഴിഞ്ഞാൽ എന്നെ പോലുള്ള ഓഡിയൻസ് ഫീൽ അഷെയിംഡ്. അതായത് ഇനിയുള്ള എപ്പിസോഡ് കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇമാതിരി കോണ്ടസ്റ്റൻസ് അവിടെ ഉണ്ടെങ്കിൽ. ആദ്യം ഇത് ഫസ്റ്റ് ടൈം അല്ല, ഇത് സെക്കൻഡ് ടൈമാണ്, സെക്കൻഡ് ഓർ തേർഡ് ടൈമാണ് ഇത് മൂപ്പറാൾ ഇത് കാണിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഷീ സ്റ്റിൽ തിങ്ക് ദാറ്റ് മൂപ്പറാൾ എന്തോ വലിയൊരു ഡിക്റ്റേറ്റർ ആണ്, ബാക്കി എല്ലാവരും മൂപ്പറാളെ സ്ലേവ്സ് ആണെന്നുള്ള ഒരു ചിന്താഗതി ലക്ഷ്മിക്കുണ്ട്. എന്തിനാണ് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? ട്രീറ്റ് എവരി പീപ്പിൾ ആസ് ഈക്വൽ. അതില്ലാത്തൊരു വളരെ എന്താ പറയാ പിറ്റി ആൻഡ് സ്റ്റുപ്പിഡ് എന്നൊന്നും പറയാൻ തോന്നുന്നില്ല, കാരണം ഇറ്റ്സ് വെരി പിറ്റി ആൻഡ് പാത്തറ്റിക് കോണ്ടസ്റ്റന്റ് ആണ് ലക്ഷ്മി. എന്താ പറയാ UK ലക്ഷ്മി എന്നൊക്കെ പറയുന്നുണ്ട്, UK എന്നൊന്നും പറയാൻ പറ്റില്ല, പിറ്റി ലക്ഷ്മി എന്നാണ് ഞാൻ പറയുള്ളൂ. പിന്നെ ആദില നൂറനെ ഒരു വീട്ടിലോട്ട് കയറ്റാൻ പറ്റാത്തൊരു രണ്ടാൾക്കാരാണെന്നുള്ളൊരു പ്രസ്താവനയും ലക്ഷ്മി കഴിഞ്ഞൊരു വീക്കിൽ പറഞ്ഞിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് വാട്ട് ഹെർ മെന്റാലിറ്റി ഈസ്. പെണ്ണുങ്ങളായി കഴിഞ്ഞാലും ആണുങ്ങളായി കഴിഞ്ഞാലും മൂപ്പറാൾക്ക് ഇതാണ്, മൂപ്പറാൾ ചെയ്യുന്നതേ റൈറ്റ്. വാട്ട് എ പാത്തറ്റിക് കോണ്ടസ്റ്റന്റ് എവർ കെയിം ഇൻ ബിഗ് ബോസ് മലയാളം ഹിസ്റ്ററി. ഇതിനെ പോലത്തെ ആൾക്കാർക്ക് നിങ്ങൾ വോട്ട് കൊടുത്ത് നിർത്തുന്നുണ്ടെങ്കിൽ ഐ ഫീൽ പിറ്റി ഓൺ ഓൾ ദ ഓഡിയൻസസ് ഹൂ ആർ വോട്ടിംഗ് ഫോർ ലക്ഷ്മി. ഇത്രക്കും വേഴ്സ്റ്റ് ബിഗ് ബോസ് ഈ ഒരു 7 സീസണിൽ ബിഗ് ബോസിൽ കണ്ട ഏറ്റവും വേഴ്സ്റ്റ് ആൻഡ് പാത്തറ്റിക് ആയിട്ടുള്ള കോണ്ടസ്റ്റന്റ് ഈസ് ലക്ഷ്മി. ഇത്രക്കും വലിയ ആൺവിരോധം ഫോർ വാട്ട്? ഒരാണ് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടൊക്കെ ആ ആണിന്റെ അടുത്ത് കാണിക്കുന്ന ആ ദേഷ്യം, ദാറ്റ് യു ഡോണ്ട് നീഡ് ടു ട്രീറ്റ് എവരി മാൻ ആസ് സെയിം. അത് ആരെങ്കിലും മൂപ്പരോടൊന്ന് പറഞ്ഞു കൊടുക്കാൻ നോക്കണം. എനിക്ക് ഇപ്പോഴത്തെ ബിഗ് ബോസ് കാണാൻ ഭയങ്കര ഒരു എന്താ പറയാ അൺകംഫർട്ടബിൾ ആണ്, ബിക്കോസ് സീയിങ് ഹെർ. ഇത്രക്കും വൃത്തികെട്ട ഒരു കോണ്ടസ്റ്റന്റ് ആ ഒരു റിയാലിറ്റി ഷോയിൽ ഉള്ളപ്പോൾ എനിക്ക് ആ ഒരു ഷോ കാണാൻ പോലും ഭയങ്കര ഒരു അൺകംഫർട്ടബിൾ ആൻഡ് ഡിസ്റ്റർബിങ് ആയിട്ടുള്ള ഫീലാണ്. സോ കഴിഞ്ഞ ലാസ്റ്റ് ദിവസത്തെ ഫുൾ എപ്പിസോഡ് ഞാൻ കണ്ടിട്ടില്ല ബിക്കോസ് ഓഫ് സീയിങ് ഹെർ ഫേസ്. മാക്സിമം മൂപ്പറാളെ ക്യാമറയിൽ നിന്ന് അവോയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ ആസ് സൂൺ ആസ് പോസിബിൾ മൂപ്പറാളെ ഈ ഷോന്ന് എലിമിനേറ്റ് ആയി കളയൂ പ്ലീസ് എന്നാണ് എനിക്ക് ബിഗ് ബോസ് ഹൗസിനോട് പറഞ്ഞത്. pathetic, worst, shittiest contestant ever in Malayalam Big Boss season. That is Lakshmi. അത് കഴിഞ്ഞ് മസ്താനി ഓൾസോ ആൺവിരോധി. മസ്താനി ഒന്നും കാര്യമില്ല, ടോപ്പ് അവസാനം ഒരു ഇതിലും മസ്താനി എത്തില്ല എന്ന് അതെൻ്റെ വാക്കാണ്. എത്തിക്കഴിഞ്ഞാൽ ഐ വിൽ ലൂസ് മൈ റെസ്പെക്ട് ഫോർ ബിഗ് ബോസ് റിയാലിറ്റി ഷോ. ഇതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഓഡിയൻസിൻ്റെ അടുത്ത് വോട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് വോട്ട് ചെയ്യുക. ഇത്രയും പാത്തറ്റിക് ആയിട്ടില്ല വൃത്തികെട്ട കോണ്ടസ്റ്റുകളെ പെട്ടെന്ന് തന്നെ ഈ വീട്ടിൽ നിന്ന് ഔട്ടാക്കാനുള്ള ശ്രമം നടത്തുക. ഡോണ്ട് വോട്ട് ഫോർ വേദലക്ഷ്മി, ഡോണ്ട് വോട്ട്. എനിക്ക് ജീവുണ്ടെങ്കിൽ ഐ വിൽ നെവർ വോട്ട് വൺ സിംഗിൾ വോട്ട് ഫോർ ലക്ഷ്മി. അത് ഞാൻ എടുത്ത ഡിസിഷനാണ്. എൻ്റെ ലൈഫിലാണ് ഇത്രയും വൃത്തികെട്ട ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ എനിക്ക് കുറെ പറയാനുണ്ട്, ബട്ട് ഐ ഡോണ്ട് വാണ്ട് ടു സേ മോർ അബൌട്ട് ഇറ്റ്. വാട്ട് എ പാത്തറ്റിക്, പിറ്റിയസ്റ്റ് ആൻഡ് ദ ഷിറ്റിയസ്റ്റ് കോണ്ടസ്റ്റന്റ് എവർ ഇൻ മലയാളം ബിഗ് ബോസ് ഹിസ്റ്ററി. അത് കഴിഞ്ഞ് ബിഗ് ബോസിന്റെ നെക്സ്റ്റ് വീക്ക് എന്താണ് ക്യാപ്റ്റൻസി നോമിനേഷൻസ് ആയിരുന്നു. അതിൽ സൂപ്പർ പവേഴ്സ് കിട്ടിയ അനീഷും നൂറയും അവർ സെലക്ട് ചെയ്തത് ഒന്ന് റെന ഫാത്തിമ ആൻഡ് ഒനിയൽ. അതിൽ നൂറ് ഒനിയൽ സെലക്ട് ചെയ്യാനുള്ള കാരണം മെയിൻലി എന്താ പറയാ ആ ഒരു ഇൻസിഡന്റിൽ ഒനിയൽ വാസ് സോ ഇമോഷണലി ഡൗൺ. ഒരു സെന്റിമെന്റൽ പേരിലാണ് കുറച്ചൊരു ബൂസ്റ്റപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നൂറ് ഒനിയലിനെ സെലക്ട് ചെയ്തത്. റെന ഫാത്തിമ അനീഷ് സെലക്ട് ചെയ്തത് പക്ക മൈൻഡ് ഗെയിം ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. റെന ഫാത്തിമ കേട്ടോ നെക്സ്റ്റ് വീക്കിൽ ക്യാപ്റ്റൻ ആയിട്ടുണ്ടെങ്കിൽ ആ വീട് കത്തും. വിൽ സി വാട്ട് ഹാപ്പൻസ്. ആരാവുമെന്ന് കണ്ടു തന്നെ അറിയണം. പിന്നെ ഒനിയൽ ഇന്നലെ വന്നിട്ട് കൺഫെഷൻ റൂമിൽ കിടന്ന് കരഞ്ഞത്, ദാറ്റ് ഒരു 10-40 ആ ഒരു ഇത്രക്കും മെച്ചുവേർഡ് ആൻഡ് ഏജ്ഡ് ആയിട്ടുള്ള ആള്
ലൈക്ക് ഒരു 35+ ആയിട്ടുള്ള ആൾ വന്ന് കരയുമ്പോൾ ഐ റിയലി ഫെൽറ്റ് ബാഡ്. യാ, അതും തെറ്റ് ചെയ്യാണ്ട് ഇത്രയും വലിയൊരു ആരോപണം നടത്തുക. പ്ലീസ് മേക്ക് ദിസ് ലക്ഷ്മി ഔട്ട് ഓഫ് ദിസ് സീസൺ ആസ് സൂൺ ആസ് പോസിബിൾ പ്ലീസ്. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഇറ്റ് വാസ് ടു ബാഡ്. പിന്നെ ജയിൽ നോമിനേഷൻ ഉണ്ടായിരുന്നു. ജയിലിലോട്ട് പോയത് രണ്ടാൾക്കാരാണ്, ജിസേലും ലക്ഷ്മിയും. അവർക്ക് പിന്നെ ക്ലേൻ്റെ കുറേ ടാസ്ക് ഒക്കെ കൊടുത്തു. സോ അത്രയുള്ള എനിക്ക് പറയാനുള്ളത്. ഒരുപാട് കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞില്ല, ബിക്കോസ് മൈ മൈൻഡ് ഈസ് ഡിസ്റ്റർബ് ബിക്കോസ് ഓഫ് ജസ്റ്റ് വൺ കോണ്ടസ്റ്റന്റ് വേദലക്ഷ്മി. ഷീ ഈസ് റൂയിനിങ് ദ ബിഗ് ബോസ് സീസൺ 7. പിന്നെ ഈ ഒരു സീസൺ ഞാൻ പറയട്ടെ, സീസൺ 7 ബാക്കി 6 സീസണായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ദ വേഴ്സ്റ്റ് സീസണായിട്ട് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. ഞാൻ ഈ 6 സീസണിൽ കണ്ടപ്പോൾ ഒരു സീസൺ നടന്നിട്ടില്ല കോവിഡ് കാരണം. ബാക്കി 5 സീസണായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ദ വേഴ്സ്റ്റ് സീസൺ എവർ ഇൻ മലയാളം ബിഗ് ബോസ്, അതാണ് സീസൺ 7 മലയാളം ബിഗ് ബോസ്. ഒരു ഗെയിമുമില്ല, ഒരു മൈൻഡ് വെച്ച് കളിക്കുന്ന ഒരാൾ പോലും അവിടെ ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോഴും പറയാൻ പറ്റില്ല ലാസ്റ്റ് ടോപ്പ് 5 ആരും എത്തുന്നത്. ഒരു എന്താ പറയുക, ഒരാൾ ഉറപ്പായിരിക്കും അനിമോൾ. കാരണം ഫാമിലി ഓഡിയൻസിന് കരച്ചിൽ വേണമല്ലോ. സോ ഷീ ഈസ് ഡൂയിങ് ഹെർ ബെസ്റ്റ്. കരച്ചിൽ കൊണ്ട് ഫൈനൽ ടോപ്പ് 5 എത്തുന്ന ആദ്യത്തെ ഒരു കോണ്ടസ്റ്റന്റ് ചിലപ്പോൾ അനിമോൾ ആയിരിക്കും. അക്ബർ ഈസ് ഡൂയിങ് ഹിസ് പാർട്ട് വെൽ. ഷാനവാസ് ഇനി ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. ഷാനവാസിൻ്റെ അടുത്ത് ഒരുപാട് പൊട്ടൻഷ്യൽ ഞാൻ കാണുന്നു. പിന്നെ നൂറ വിൽ സീ വാട്ട് ഹാപ്പൻസ്. ആദിലട്ട എവിക്റ്റ് ആയി കഴിഞ്ഞാൽ നൂറ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യും, വി നെവർ നോ. ആര്യൻ കുറെ മണ്ടത്തങ്ങളും ഇമ്മച്ചുവോടൊക്കെ ആണെങ്കിലും ഹി നോസ് ഹിസ് ഗെയിം. ആര്യൻ സ്റ്റിൽ ഹാവ് സംതിങ് ടു ഷോ എന്ന് ഞാൻ ഇപ്പോഴും കരുതുന്നുണ്ട്. സോ ഒരു നല്ലൊരു ഗെയിം, മൈൻഡ് ഗെയിം, ഒരു ഇൻ്റലിജൻ്റ് ആയിട്ട് കളിക്കുന്ന ഒരു പക്ക ഗെയിമർ ഈ ഒരു സീസണിൽ മിസ്സിംഗ് ആണ്. സോ അതുകൊണ്ട് ഇറ്റ്സ് ക്വൈറ്റ് ഡിഫിക്കൽട്ട്. ലാസ്റ്റ് ടോപ്പ് 5 ആര് വരുമെന്ന് ഇപ്പോഴത്തെ പെർഫോമൻസ്, അതായത് ഗെയിം പ്ലാൻ അല്ലാണ്ട് ഇപ്പോഴത്തെ പെർഫോമൻസ് വെച്ച് പറഞ്ഞത് ഞാൻ ഈ 5 പേരാണ്. ഇനി ഇത് വേണമെങ്കിൽ മാറാം, വിൽ നെവർ നോ. ഇനിയും ഒരുപാട് ദിവസമുണ്ട്, 60 ദിവസം ഇനിയും ഉണ്ട്. സോ വിൽ നെവർ നോ. എന്തായാലും ലാലേട്ടൻ്റെ എപ്പിസോഡ് വരുന്നു. ലാലേട്ടൻ ഒനിയിൽ ലക്ഷ്മി മസ്താനി കേസ് പുറത്ത് വിൽ കം ഇൻ ടു ഡിസ്കഷൻ എന്ന് വിചാരിക്കുന്നു. കാണാം ലാലേട്ടൻ്റെ വീക്കെൻഡ് എപ്പിസോഡ് എന്താവുമെന്ന് കണ്ടു തന്നെ അറിയണം. സോ വിൽ സീ യു ആഫ്റ്റർ ലാലേട്ടൻ എപ്പിസോഡ്, സാറ്റർഡേസ് എപ്പിസോഡ്. ഞാൻ പോയി വരാം. ശുഭദിനം.